അടിപൊളി ചിത്രം. മനസ്സിലാവുന്നില്ല. ഒരു കാടും മറ്റെന്താ എന്തെങ്കിലും ആയിക്കോട്ടല്ലേ. സംഭവം അടിപൊളിയാ. ജനിക്കുമ്പോ ഇതുപോലത്തെ ഒരു വീട്ടിൽ ജനിക്കണം. അതിന് ഭാഗ്യം വേണം. ഉണ്ണി ഉണ്ണി സാറേ കട്ടില് പിടിച്ചു വെച്ചില്ലേ? പിടിച്ചു വെച്ചിനോന്നാ എല്ലാം വെച്ചു സാറേ. എല്ലാം തുടച്ചുവാ? തുടച്ചോണ്ടിരിക്കുന്നു. ഇനി തുടക്കാനില്ല. ചിത്രങ്ങളെല്ലാം തുടച്ചുവാ സാറേ? അതല്ലേ ഫസ്റ്റ് തുടച്ചത്. എല്ലാം തുടച്ചു സാറേ. എന്തും സാറേ ഇത് വീട്? സാറെ പേര് രാഘവൻ സാറിനല്ല, അപ്പൂട്ടൻ സാറിന്. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ സാറ്. സാറേ എനിക്ക് ഇങ്ങൊരു ഭാഗ്യം കിട്ടിയില്ല സാറേ. ഞാനെ പുറത്ത് എപ്പോഴും വളപ്പ് പണിയെല്ലാം ഇല്ലാത്ത കിട്ടല്. ആര് കേട്ടില്ല എന്നെയൊന്നും. നീ വന്നേ, പണിയുണ്ട്. ആ തോട്ടത്തിൽ പണിയുണ്ട്, വന്നേ. ഇതിനാ സാറേ ഇത്രയെല്ലാം കാട് ഇടാ. കാട് കൊത്തിക്കളഞ്ഞ കാട് ചെടിയല്ലേ ഇത്? പൈസ കൊടുത്തിട്ട് മനുഷ്യല്ല. പൈസ കൊടുത്തിട്ട്. നീ എന്താ ചെയ്യേണ്ടതെന്നറിയാ? സാറേ ഇതാ ഈ ചെടിച്ചട്ടിയിലത്തെ മണ്ണെല്ലാം, പുല്ലെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഈ ചെടിച്ചട്ടിയില്ലേ അതിലത്തെ മണ്ണെല്ലാം ഇളക്കി വെക്കണം. അതിലെ പുല്ലെല്ലാം പൊരിച്ച് കളഞ്ഞിട്ട് അതിൽ വളമിടണം. അതുപോലെ പിന്നെ അപ്പുറത്തില്ല ആ ചട്ടിയില്ലേ, ആ ചട്ടിയെല്ലാം എടുത്തു വളർന്നിട്ട് ഇപ്പുറത്ത് വരി വരിയായി വെക്കണം. ഒരു കാര്യം ചെയ്യ്, ആദ്യം ആ പൈസ ഇട്. ആ അക്കൗണ്ടിലെ പൈസ ഇട് കേട്ടാ. എന്നിട്ട് സംസാരിച്ചാ സിനിമ. നീ എന്താ ചെയ്ത്? നീ ഉറങ്ങല്ലായിരുന്നോ? അതന്നെ 24 മണിക്കൂർ ഉറങ്ങണം. ഈ കാറൊന്ന് കഴിയട്ടെ കേട്ടാ. കാലത്തെ കഴിയും സാറേ. കാലത്ത് കഴിയുന്ന പറഞ്ഞ ഉച്ചക്ക് കഴിയാൻ പാടില്ലേ? രാവിലെ നീ ഭക്ഷണം കഴിച്ചല്ലേ, അപ്പൊ ഉച്ചക്കും കഴിക്കണ്ടേ? അപ്പൊ ഒന്ന് കഴിക്കോ. ആ പിള്ളേരെ അത് ഇതൊക്കെ കഴിച്ചിട്ട് അകത്തിട്ടേക്ക്. ശരി. ഒരു കാര്യം ചെയ്ത 12 ലക്ഷം അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ ഇത് വാങ്ങിക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് വേറെ വാങ്ങിക്കാം കേട്ടാ. ഹലോ, പറഞ്ഞോ. കുളിക്കാൻ വരിക, കുളിക്കണ്ട. എന്ത് കുളിക്കണ്ട? മര്യാദ നിന്നോടാ. നല്ല അടി നിന്ന് കിട്ടും. അവന് കുളിക്കാൻ മര്യാദ അച്ഛനെ വിളിക്കുന്നല്ലേ. മര്യാദ നിന്ന് കുളിച്ചോ. എന്തിനാണ് കുട്ടി എങ്ങനെ തല്ലുന്നേ? അവൻ കുളിക്കണില്ല. അച്ഛൻ നിന്നോട് ആവി പിടിച്ചേ. അപ്പൊ കുളിച്ചോളുന്നേ, നീ അവനെ തല്ലണം എന്തിനാ? അച്ഛൻ രാത്രി കൊക്കോ വെക്കുന്നു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചൂട് ചേരാന്നുണ്ടാവില്ല. അവിടെ നിക്കട, അവിടെ നിക്കട. അവിടെ കുളി നിർത്തി ഓടി പോയേക്കണേ. ഈ പൈസ ഇല്ലാത്തടത്ത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരണ്ട. നല്ല കാര്യം ഏട്ടാ. വില കൊടുത്ത് വാങ്ങിയല്ല. ഞാൻ രാഘവ സാറിന്റെ അടുത്താ പണിയുണ്ടായി. ആടുന്ന് കിട്ടിയാ. അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാ? എടുത്തോണ്ട് വരെ. എന്താ നീ പറഞ്ഞേ? നീ അവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? സംഭവം നമുക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിലും അന്യന്റെ മുതൽ ചോദിക്കാണ്ട് എന്ന് വരെ എടുക്കില്ല അവൻ. ഞാൻ അങ്ങനെയല്ല അവനെ പഠിപ്പിച്ചിരിക്കണേ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല അച്ഛാ. പിന്നെ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞല്ല. ഇതെവിടുന്നാ കിട്ടിയേ? അത് രാഘവ സാറിന്റെ പേരമക്കൾ ഉപേക്ഷിച്ച സാധന, വേസ്റ്റിൽ ഇട്ടതാ. അപ്പൊ വെറുതെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത്. അത് നന്നായി. കുളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് കുളിയൊക്കെ കുട്ടീനെ എന്താ ചെയ്യും? എന്താ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണ്? വീട് ആദ്യമായിട്ട് കാണുക? പോയിട്ട് തുണി മാറിയിട്ട് കുളിച്ചിട്ട് വേണ അല്ലേ? വെള്ളം ഒന്നുകൂടി ചൂടാക്കിട്ട് വേണം ആവി പിടിച്ചോ.
ഉണ്ണിയെ നീ എന്താ കുളിക്കാണ്ടങ്ങനെ നിക്കണേ? അനക്കെന്താ എന്താ പറ്റി? നീ രാവിലെ മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലോ. എന്ത് വീടാണ് അച്ഛാ ഇത്? എന്തപ്പ അങ്ങനെ തോന്നാൻ? എടാ നിന്റെ അച്ഛൻ കെട്ടിയ വീടാണ്. ആ വീടുള്ളോണ്ട് ഇപ്പൊ നമ്മളിവിടെ സുഖമായി കഴിയണം. ഈ കുടുസ് മുറിയിലാണ് നമ്മ ഇത്രയും കാലം ജീവിച്ചത്. അപ്പൊ എന്താണക്ക അങ്ങനെ തോന്നാൻ? ഇത് തച്ച് പൊളിച്ച് നമുക്ക് നല്ലൊരു പുതിയ വീട് കിട്ടണം. കുറച്ച് പൈസ വേണം. എന്റെ അടുത്തുണ്ടോ പൈസ? ഇപ്പൊ തന്നെ ചന്ദ്രിക അയൽക്കൂട്ടത്തിന്ന് മറ്റേ ലോൺ എടുത്തതിന്റെ 1300 റുപ്യ അടക്കാണ്ട് തികയാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്ക. അപ്പോഴാണ് അവനൊരു വീട് കെട്ടല്. എന്താ പണക്ക് പറ്റി? നീ വിഷമിക്കണ്ടടാ, ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അതെ, അച്ഛനെ കുട്ടി പോയിട്ട് കുളിക്ക്. ഞാൻ കുളിക്കുന്നില്ല. അയ്യേടാ, വൈകുന്നേരം വരെ പണിയെടുത്തല്ലേ, ചൂടുവെള്ളത്തിൽ മേലൊക്കെ ഒന്ന് പിടിച്ച വേദനയൊക്കെ മാറും. കുളിച്ചിട്ട് വാ, നമുക്ക് കഞ്ഞി കുടിക്കാം. അല്ലേ ഓടാ. ചന്ദ്രികേ, ശീതള, ശീതള, 500 ഉള്ളി വേണം. ഉള്ളി എന്താ സംഭവം? ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുണ്ടോ ഇവനെ അറിയോ? എന്താ കാര്യം പറയ? എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ? ഈ ഒറ്റയ്ക്ക് കേട്ടിട്ട് ഈ ഇങ്ങനെ പോയി മേടിക്കാൻ നല്ലത്. എന്താ കുന്തോ കുന്തോ കുന്തവടല്ല, കുന്തവടല്ല. ഞാൻ കൊറേ നേരമായി ഉള്ളി ചോദിക്കണം. 500 ഉള്ളി ഉണ്ടാ? ഉള്ളിയോ? ആ ഉള്ളിയുണ്ട്. ഈ ചെവിട്ടിനെ അടുത്ത് മാറ്റി. അതേ, ഈ ബാബുക്കാട് ഒരു കാര്യമുണ്ടല്ലോ. ഏഴ് പോക്ക തേങ്ങ കളിക്കാൻ പോണോ? തേങ്ങ വലിക്കാൻ പോണോ? നമ്മുടെ സംഗീത സംവിധായകനേ ബാബുക്കേ, എന്താ ചെയ്ത് വെച്ചേക്കണ ഓരോ സാധനങ്ങൾ എന്ത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. അത്രക്ക് മോശ? മോശോ? എന്താ നിങ്ങൾ പറയണത്? അനക്കിവിടെ കച്ചവടം നടക്കണോ അല്ലെ പാട്ട് മാടിയോ? ഏതാ വേണ്ടെങ്കിൽ രണ്ടും വേണ്ടേ? രണ്ടും വേണ്ട. ഞാനിപ്പോ ഒരു സാധനത്തിന് വന്നാ അത് തരാൻ എനിക്ക് തോന്നി. ഈ പാട്ടും പാടി നിൽക്കുക. നിങ്ങൾക്ക് ഇത്ര ഇഷ്ടല്ലേ പാട്ട്? പാട്ടൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ കേൾക്കുന്നതിന് സമയം ഉള്ളില്ലേ? അപ്പൊ ഇല്ലില്ല. അപ്പൊ അത് നേരത്തെ കൊണ്ട് പറഞ്ഞു തുടങ്ങിയേക്ക്. നേരത്തെ പറഞ്ഞ ഞാൻ ഇപ്പൊ ഈ പാട്ട് ആരോടാ പറയാ? അത് ശരി. പാട്ട് കേൾക്കാൻ വന്ന പെരയില് പെണ്ണുങ്ങൾ കറി ഉണ്ടാക്കാൻ വേണ്ടി കാത്തിക്കുക. അത് ഉണ്ടാക്കിയോളൂ. അടുത്ത തുടങ്ങിണ്ടാവും. ഞാൻ ബാബുവിന് ഇവിടെ പോയി കടലിനകലെ അകലെ അകലെ ചേട്ടാ, എന്തേ? എന്തുണ്ണേ? എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു ഉപകാരം ചെയ്യണം, അത് മാറ്റി. എന്താണ് ചേട്ടൻ ഒരു ഉപകാരം ചെയ്തു. ഉപകാരോ? പറയ്. ഓ, നിങ്ങൾ എന്ത് സമയത്താ വരുന്ന? ബാബുക്കട പാട്ട് നടന്നോണ്ടിരിക്ക. ശീതട്ടാ, എന്താ വേണ്ട പറയേ. അതെ, സത്യേട്ടന്റെ വീടുണ്ടല്ലോ, സത്യശീലന്റെ. അതെ അതെ. അല്ല വേണ്ട, സത്യശീലന്റെ വീട് വേണ്ട. വേറെ ഏതെങ്കിലും വീട് ആവശ്യമുണ്ടോ? വാടകയ്ക്ക് വീട് അന്വേഷിക്കാം. ആരോ ഡ്രൈവർ ഉണ്ടല്ലോ. ഡ്രൈവറാണോ വേണ്ടത്? മന്മഥൻ. അത് സത്യേട്ടന്റെ ഡ്രൈവർ? അത് മന്മഥൻ. പറഞ്ഞോ. ശീതേട്ടനായിട്ട് എങ്ങനെ അടുപ്പം? മന്മഥനായിട്ട് മന്മഥനായിട്ട് ഞാൻ ഇപ്പൊ 1-2 ദിവസം മുൻപ് കുറച്ചു നേരം സംസാരിച്ചു തന്നതാ. സമാധാനായി. അതെന്താ വെച്ചാലേ പുള്ളി ഇവിടുന്ന് ഒരു സാധനം മേടിച്ചോണ്ടായിട്ട് അത് അത്ര സുഖമില്ല എന്ന് പറഞ്ഞിട്ട് 1-2 വർത്താനം പറഞ്ഞ് ഒരു സൗന്ദര്യ പഴക്കം. അപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം പറഞ്ഞ അതൊക്കെ നമുക്ക് അടുത്ത് എന്താ കാര്യം? അതെ, ഈ മന്മഥനായിട്ട് അടുപ്പില്ല. ആരെങ്കിലും ശീതേട്ടന് സുഹൃത്തുക്കളുണ്ടോ? മന്മഥനായിട്ട് അടുപ്പുള്ള ഒരാള് എന്ന് പറഞ്ഞാല് പാട്ട് പാടണ്ടാന്ന് ഇപ്പൊ പിന്നെ പാടാ. ഇത് പറയുക ആവശ്യമുണ്ട്. കണ്ണീരും സ്വപ്നങ്ങളും പാട്ട് കഴിഞ്ഞ് മറ്റു മാറി സാധനം. കേട്ടത്? ഞാൻ കേട്ടു. അത് ഞാൻ മുമ്പേ കേട്ടു. നല്ല മന്ദിരത്തിൻ സുന്ദരമാ. വെറുതെ ഇവിടെ ആരും വരാത്തല്ലേ. പടവിൽ
മന്മഥനല്ലേ? അതെ. മന്മഥനായിട്ട് ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതാണ് ഇപ്പൊ പോയത്. ഏത്? ഏയ് മൊയ്തുക്ക. ശീതാട്ടിന് നല്ല പരിചയ. എനിക്ക് പരിചയല്ല. ഏയ് നിനക്ക് ആരനെ ഇപ്പൊ കണ്ടത്? മന്മഥനല്ലേ? മന്മഥനെ ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളാണ് മൊയ്തുക്ക. മൊയ്തുക്കാണ് ഇപ്പൊ മൊയ്തുക്കാന് നിനക്ക് പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. അല്ല എനിക്ക് പരിചയമുണ്ടല്ലോ. എന്താ വേണ്ടത്? നിനക്ക് എന്താ ആവശ്യം? എനിക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മൊയ്തുക്കാനോട് പറയാം. മന്മഥനോട് പറയണം. അപ്പൊ നമുക്ക് മൊയ്തുക്കാനെ കണ്ടിട്ട് സംസാരിച്ചാ പോരെ? മതി. ഈ സോഡയ്ക്കൊന്നും പഴയതുപോലത്തെ ഗ്യാസ് ഇല്ലല്ലോ. അതെന്ത്? ഞാൻ നിറക്കണല്ലോ. അല്ലാണ്ട് 1 മണിക്കൂർ സോഡയും മേടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് ലോകകാര്യം മൊത്തം പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഗ്യാസ് ഉണ്ടാവൂ? എന്നാലും പൈസ ഞാൻ തരണ്ടേ? നിങ്ങൾ തരേണ്ടത്. അത് ന്യായം. നമസ്കാരം. നമസ്കാരം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകണം. നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? എല്ലാം നന്നായിട്ട് പോകണം. സാർ എന്ന് പറഞ്ഞ അലക്ക് സോപ്പ് ഇവിടെ വന്നിരിപ്പുണ്ട്. അത് ഞാൻ തിരിച്ചു വരുമ്പോ മോശം. പോട്ടെ. ശരി. ഇതാളാര്? രാഘവ മാഷി. കല്യാണം കഴിച്ച? റിട്ടയർ പ്രൊഫസറാണെന്നേ. റിട്ടയർ പ്രൊഫസർക്ക് എന്ത് കല്യാണം കഴിച്ചൂടെ? പുള്ളിക്ക് 2 വലിയ മക്കളുണ്ട്. മക്കള് കല്യാണം കഴിച്ച? മക്കൾക്ക് 2 ചെറിയ പിള്ളേരുണ്ട്. അവര് ചെറിയ പിള്ളേരല്ലേ? നിങ്ങൾ ഈ വഴി പോണ എല്ലാവർക്കും പെണ്ണ് കെട്ടിക്കാൻ നടക്കുവാണ്. എടേ ഞാൻ അന്ന് പറഞ്ഞ നിനക്ക് ആ കേസ് നോക്കട്ടെ. നല്ല കൊച്ച്. ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത്. നിന്നെ പോലുള്ളമാരാണ് നമുക്ക് പണി ഇല്ലാതാക്കണത്. ഇത് മറ്റേ ശീതളനല്ലേ? അവന്റെ ഈ കോലത്തില് മുറിനിക്കിറക്കിട്ട് ഇപ്പൊ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു പെണ്ണ് കെട്ടവളെ തത്രപ്പാടിലായിരിക്കും അവൻ ഇങ്ങനെ കോലം മാറി നടക്കണത്. നടന്നാ മതിയായിരുന്നു ഭഗവാനെ. പാവം. നിങ്ങൾക്കൊന്ന് ട്രൈ ആയിരുന്നല്ലേ? നമ്മൾ ഈ സൈസ് എടുക്കൂലേ? മക്കികള് തന്നെ ഒരു നയ പൈസ കമ്മീഷൻ തരൂല. അതല്ലേ? അല്ലേ? എന്നാലും ഞാൻ ആലോചിക്കണ്, പെണ്ണ് കെട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ അങ്ങ് മാറുവോ? അവന്റെ മാറ്റം നോക്കിയാണ്. അതെ, ഈ പങ്കജ ടെക്സ്റ്റൈൽസിലെ പ്യാരിയാതില്ലേ അവന്റെ കാര്യം തന്നെയായി പറയണേ. അതെ, വല്ല 1-2 ആള് പറഞ്ഞു. ഞാൻ ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടിട്ട്. മതി. അല്ല, വെറുതെ ഒന്ന് അന്വേഷിച്ചാ. ശരി. എന്തായിരുന്നു അമ്മയും മകളും കൂടിയിട്ട്? ഇപ്പൊ എന്തായി? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന് മുമ്പ് അറിഞ്ഞില്ലേ? അറിഞ്ഞതെങ്ങനെ? ഞാൻ അന്വേഷിച്ചോണ്ടറിഞ്ഞു. ഒരു മനുഷ്യൻ ഒറ്റ നോട്ടത്ത് കണ്ട ഒരു വിലയിരുത്തല. അവന്റെ കളറ്, അവന്റെ ഡ്രസ്സ്, അവന്റെ മുടി, അവൻ ചെത്തിപ്പൊളിച്ചു പോണ വണ്ടി, ഇതൊന്നും കണ്ടിട്ടല്ല ഒരുത്തനെ വിലയിരുത്തേണ്ടത്. അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവം, അവന്റെ കഴിവ്, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ കാര്യക്ഷമത, അവന്റെ നന്മ, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെ കണ്ടിട്ടാ ഒരുത്തനെ വിലയിരുത്തേണ്ടത്. സംഭവം അവന്റെ അച്ഛന്റെ ടെക്സ്റ്റൈൽസ് ഒക്കെ തന്നെ. ഇവനവിടെ ഒരു വിലയില്ലെന്ന്. 10 രൂപ എടുത്ത് പെരുമാറാൻ അറിയാത്തൊരു മണ്ണുണ്ണി. അവിടുത്തെ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഇവൻ അറിയില്ല. ക്യാഷിലെ പോലും അവനിരുത്തില്ല. വെറുതെ എങ്ങനെ ഒരു രൂപം അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അവനെങ്ങാനും നീ കെട്ടിക്കഴിഞ്ഞ അവന്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് നിനക്ക് പറ്റിയൊരു സാരി പോലും എടുത്തു തരാൻ അവന് പറ്റില്ല. ഇനി മേലെ നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നാ അവന്റെ ആ വേഷവും കളറും ഡ്രസ്സും വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവൻ നല്ലതാ, ഇവൻ മതിയെന്നെങ്ങാനും പറയാൻ നിന്നാ, ഒറ്റ നോട്ടത്തിൽ ഒരുത്തനെ നോക്കിയിട്ട് എങ്ങാനും വിലയിരുത്താൻ നിന്നാ, അനുഭവത്തിന്ന് പഠിച്ചോ. അതെ, നമുക്ക് ആ ശീതളന്റെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? എന്ത് മുഖം വെച്ചിട്ടാണ് നമ്മുടെ മോളെ അവനോട് കെട്ടാൻ പറയാ? അന്ന് മാന്യായിട്ട് ഇവിടെ ഒന്ന് പെണ്ണ് ചോദിച്ചല്ലേ? അന്നാ പെണ്ണന്വേഷിച്ച് വന്നു നിന്നപ്പോ നല്ല വിദ്യാഭ്യാസം, നല്ല സർക്കാർ ജോലി, ആ കാർന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കണം നിൽപ്പേണ്ട നീ. ആ കുറിയൊക്കെ തൊട്ട് ആ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ആ ഭവ്യതയോടെ കുലീനതയോടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോ അപ്പൊ അവൾക്ക് പുച്ഛം. അതൊക്കെ കഴിഞ്ഞില്ലേ? നമുക്കൊന്ന് ആലോചിക്കാം. എങ്ങനെ ആലോചിക്കണേ? അവനൊക്കെ പെണ്ണുങ്ങൾ കൊത്തിക്കൊണ്ടുപോയിണ്ടാവും. ഒന്നുമല്ല, ഞാൻ മൊയ്തുവിനോട് സംസാരിച്ചിരുന്നു. ഞാൻ മൊയ്തുവിനോട് ചോദിച്ചിട്ടുണ്ട്. കല്യാണം ഒന്നും തീരുമാനമായിട്ടില്ല, നമുക്കൊന്ന് ആലോചിക്കാം. എന്തേടി? ആന്ന് മൊയ്തുവിനോട് ചോദിക്കും. ഞാൻ ചോദിച്ചു.